അല്ലെങ്കിൽ അതിന്റെ ആൻസർ അപ്പൊ ഇത് ഇടാം. ഞാൻ ഇവിടെ പഠിക്കത്തില്ല, കമന്റ് ബോക്സ് ഞാൻ പഠിക്കത്തില്ല, വേറെ കാര്യം നീ പറയത്തില്ലല്ലോ, ഞാൻ കമന്റ് പഠിക്കത്തില്ല. ബോക്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയണേ. സിജിന് 6 ഉള്ളതോടെ ഇല്ല എന്താ നോക്കണ്ടേ നീ. 6? ഇത് നോക്കടാ, ഇത് നോക്കടാ. പോടാ. ഇത് വളരെ സമയം അറിയാമോ? കൊടുത്തപ്പോൾ കുറ്റവാളി പൊട്ടിച്ചിട്ടുണ്ടാകണമെന്ന് നേരെ വരും. രാമായണത്തിന്റെ ബ്രോ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ. ഒരു ക്വസ്റ്റ്യൻ പിൻ ചെയ്തിരിക്കുന്ന ആ പോവാം ക്വസ്റ്റ്യൻ പോവാം. പിൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ വന്നതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മായനത് കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. സിജിനേച്ചി ഇവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ആൻസർ ഒന്ന് പറയാൻ നോക്കിയേ. നിശാന്ത് ചാനലിന് വേണ്ടി നീ ചെയ്യുവല്ലേ മോനെ. നിശാന്തണ്ണന് തല പോയി കഴിഞ്ഞാൽ നിശാന്തന് എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും നിശാന്തൻ അത് ചെയ്യത്തില്ല. രാവിലെ 7 മണിക്ക് തൂക്കിക്കൊല്ലുമെന്ന് കോടതി വിധിച്ചപ്പോൾ കുറ്റവാളി പൊട്ടിച്ചിരിച്ചു, കാരണം എന്ത്? എണീക്കുന്നത് കൊണ്ടാവും. പടിപ്പുര ബ്രോ പറഞ്ഞിരിക്കുന്നത് 11 മണിക്ക് എണീക്കുന്നത് കൊണ്ടാവുമെന്നായിരുന്നു. അയാൾ എണീക്കുന്നത് 10 മണിക്കാണെന്നാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. കുറ്റവാളിക്ക് ഇക്കിളിയാക്കി എന്നൊരു ഇത് ആരുടെ ഉത്തരവാണ് കറക്റ്റ് എന്ന് പറയണേ. പടിപ്പുര ബ്രോ പറഞ്ഞിട്ടുണ്ട്, ശിവശങ്കർ ബ്രോ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ ബ്ലോഗ്സ് പറഞ്ഞിട്ടുണ്ട്, ശാരദാ മോഹൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ ബ്ലോഗ്സ് ഏത് ഉത്തരവാണെന്ന് പറയണേ. ലൈവ് കാണുന്നവരെല്ലാം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഉത്തരം അയാൾ രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം ശിവശങ്കർ ബ്രോയും അതേ കണക്ക് പടിപ്പുര ബ്രോയും പറഞ്ഞ ആൻസർ രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു, പക്ഷെ അതിന്റെ ആൻസേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്നും പിൻ ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അയാനെ പോയോ നീ? തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട്. തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട്. തണ്ണിമത്തൻ. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ല എന്നാ തോന്നുന്നത്. ശാരദാ മോഹൻ ഒന്ന് കൺഫേം ചെയ്യുമോ അതിന്റെ ആൻസർ ഒന്ന്? കണ്ണൻ ബ്ലോഗ്സ് ഞാൻ പിൻ ചെയ്യാവേ. ശിവ ഗോഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുകളിലേക്കും താഴേക്കും പോകുന്നത് എന്താണ്, പക്ഷേ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നതും എന്താണ്? ശാരദ മോഹൻ ഞാൻ ക്വസ്റ്റ്യൻ പിൻ ചെയ്യാം. കാലരയോ? ഒരു ക്വസ്റ്റ്യൻ പിൻ ചെയ്തിരിക്കുന്നടെ, അതിന്റെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത് പോകാം. ത്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണോ എന്ന് നോക്കണം. ത്രാസ് ആണോ? ത്രാസ്. നിശാന്ത് ബ്രോ എന്റെ കെട്ടിയോൻ എന്ത് ചെയ്യും? വീട്ടിലോട്ട് തന്നെ വരുന്നുണ്ട്. അവൻ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു 10 മിനിറ്റിലെത്തു, 5 മിനിറ്റിലെത്തു. ഓക്കെ. ശ്വാസം അല്ല, ശ്വാസമല്ല. മുകളിലേക്കും താഴേക്കും പോകുന്നതാണ്, പക്ഷേ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നത്. ലിഫ്റ്റ് ആണോ? കാലര. അത് വേറെ ക്വസ്റ്റ്യൻ ആൻസർ. അത് ക്വസ്റ്റ്യൻ പിൻ ചെയ്യുന്ന ആൻസർ പറഞ്ഞു. കനൻ ബോക്സ് ലിഫ്റ്റ് ആണോ? മുകളിലേക്കും പോകുന്നത് എന്താണ്, പക്ഷേ ലിഫ്റ്റ് അല്ല. എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നത് എന്താണ്? ലിഫ്റ്റ് അല്ല. പിൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പൊ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അല്ല. മുകളിലേക്കും താഴേക്കും പോകുന്നത് എന്താണ്, പക്ഷെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നതും എന്താണത്? എന്താണ് ഗൈസ് അത്? അവിടെ ചീനയിലെ എരിപുരടി. ചീനിയൊന്നും ഒരു പൂല മേടിച്ചോണ്ടൊന്നും ഉണ്ടാക്കി തരാം. അവിടെ സമാജത്തിന്റെ അപ്പുറത്ത് ചീനി കാണാം, അവിടുന്ന് മേടിച്ചോണ്ട് വരാൻ പറ. പുറപ്പെട്ടു, ഇപ്പൊ എത്തി കാണാം. തൊട്ടിയാണോ? തണുപ്പ്, നല്ല മഴ. തൊട്ടിയാണോ? അല്ല, തൊട്ടിയും അല്ല. തൊട്ടിയല്ലേ? താഴേക്കും മേലേക്കും പോകുന്നതാണ്, പക്ഷെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നതുമാണ്. സിറിഞ്ചാണോ? പറയൂ, സിറിഞ്ചാണോ? സിറിഞ്ചാണോ ഗൈസ്? അല്ല.